എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളുമാണ്. സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്? എന്താണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നു, പ്രൈമറി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഡയറക്ട്ലി ബൈ കോർപ്പറേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രൈമറി സെക്യൂരിറ്റീസിനെയാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാല്യൂ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു, ഇറ്റ്സ് എ ഫിസിക്കൽ കമ്മോഡിറ്റി ലൈക്ക് ഗോൾഡ്, സിൽവർ, ഓയിൽ, ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു. അടുത്ത് പറയുന്നത് ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് ട്രഷറി ബിൽസ്. ഗവൺമെൻറ് ബോണ്ടിനെ അല്ലെ ട്രഷറി ബില്ലിനെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കാം ഇതിനകത്ത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഡെറിവേറ്റീവ് ഈസ് സിംപിളി എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഹാസ് എ വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രൈസ് ഓഫ് സംതിങ് എൽസ്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ ഡെറൈവ് ചെയ്യുന്നത് ഇതിന് അണ്ടർലൈങ് ആയിട്ടിരിക്കുന്ന അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ് ഈസ് നോൺ ആസ് ഡെറിവേറ്റീവ്സ് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാത്തിനും, ഇപ്പോൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഷെയറിനും ഒരേ വിലയല്ല. കമ്പനി മാറുന്നതനുസരിച്ച് ഷെയറിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്? വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. ഏത് കമ്പനിയുടെ ഷെയർ ആണ് എന്നതിനെ ബേസ് ചെയ്ത് അതിൻ്റെ വാല്യൂവിൽ വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളെടുത്താലും വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതെന്ത് അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണ് ഡെറിവേറ്റീവ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അക്കോർഡിംഗ്ലി ദർ ആർ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് നമുക്ക് കാണാൻ സാധിക്കും. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഉണ്ട്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഇൻ കോമൺലി ഡെറിവേറ്റീവ്സ് ദ അണ്ടർലൈങ് അസറ്റ് വിൽ ബി കോമൺലി ലൈക്ക് ഗോൾഡ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഓയിൽ, മെറ്റൽ എക്സെട്ര. ഇപ്പോൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ അതിന് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഗോൾഡ് വരാം, അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ വരാം, ഓയിൽ വരാം, മെറ്റൽ വരാം. ഇങ്ങനെയുള്ള ഫിസിക്കൽ കമ്മോഡിറ്റീസ് എന്താണ് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വിലയല്ല ഇഞ്ചിയുടെ വിലയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഓയിലിൻ്റെ വിലയല്ല മെറ്റലിൻ്റെ വിലയെന്ന് പറയുന്നത്, അതല്ല ഗോൾഡിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ അസറ്റിൻ്റെ വാല്യൂ എന്താണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഡിറൈവ് ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ് ഈസ് നോൺ ആസ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്താലോ അണ്ടർലൈയിങ് അസറ്റ് വിൽ ബി ഷെയർ, കറൻസി, സ്റ്റോക്ക് ഇൻഡീസസ് എക്സെട്ര. ഷെയർ എടുത്താൽ അല്ലെ കറൻസി എടുത്തു കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഇൻഡീസസ് എടുത്താൽ, ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈയിങ് അസറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? ഓൺ ദി ബേസ് ഓഫ് ടൈപ്പ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ് എടുത്ത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ടും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ടും. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ഗോൾഡ്, റബ്ബർ, കോട്ടൺ, പെപ്പർ, ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അണ്ടർലൈയിങ് അസറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം ഫിസിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതേസമയം ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഷെയർ, ഡിബഞ്ചർ, കറൻസി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർലൈയിങ് അസറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പം എന്താണെന്നുള്ളൊരു ധാരണയുണ്ട് മനസ്സിൽ. വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ് ഈസ് നോൺ ആസ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസറിലോട്ട് പോകാം. So the right answer is option B, financial instruments whose value is derived from an underlying asset. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഇതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ആൻസറായി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡെറിവേറ്റീവ്? താഴെ പറയുന്നതിൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചർ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഡിറൈവ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറയുന്നു. ദേ ക്യാൻ ഒൺലി ബി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. ദേ ആർ യൂസ്ഡ് ഫോർ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ ആൻഡ് ആർബിട്രേജ്. ഹെഡ്ജിങ്ങിന് അല്ലെങ്കിൽ സ്പെക്കുലേഷന് വേണ്ടി, ആർബിട്രേജ് പ്രോസസ്സിന് വേണ്ടിയൊക്കെ അണ്ടർലൈയിങ് അസറ്റായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ദേ ഇൻക്ലൂഡ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഓപ്ഷൻ, ഫ്യൂച്ചർ ആൻഡ് സ്വാപ്പ്. ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് ഫിനാൻഷ്യൽ സ്വാപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നു. എന്തായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദേ ക്യാൻ ഓൺലി ബി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫീച്ചർ അല്ലാത്തത്. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല OTC അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടറിലും നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടത്താം, അറ്റ് ദ സെയിം ടൈം OTCയിൽ എന്താണ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഡെറിവേറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമല്ല ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്കി പറഞ്ഞിരിക്കുന്ന 3 പോയിന്റും ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചറാണ്. ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്, ദെൻ ഹെഡ്ജിങ് പോസിബിൾ ആണ്, സ്പെക്കുലേഷൻ നടക്കും, ആർബിട്രേജ് പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്വാപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 3 ഫീച്ചറാണ്. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് എ സ്പെക്കുലേറ്റീവ് ഗെയിൻ. സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടം വഴി ഗെയിൻ ഉണ്ടാക്കുകയാണോ? ഹെഡ്ജ് അഗൻസ്റ്റ് ദ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ കമ്മോഡിറ്റി. ഈ കമ്മോഡിറ്റിയിൽ ഇപ്പം പെപ്പർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ, ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ, ദെൻ ജിഞ്ചർ എടുത്താൽ, ഇതിൻ്റെയൊക്കെ എന്താണ് ഈ കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകാൻ പോകുന്ന ഫ്ലക്ച്വേഷനെ നമുക്ക് എന്താണ് പ്രതിരോധിക്കാൻ വേണ്ടിയാണോ അല്ലെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണോ? ദെൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ പറയുന്നു, സി പറയുന്നു, ടു റീപ്ലേസ് ദ ഫിസിക്കൽ ട്രേഡിംഗ് ഓഫ് കമ്മോഡിറ്റി. ഫിസിക്കലായിട്ട് ദെൻ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിനെ റീപ്ലേസ് ചെയ്യുന്നതാണോ ദെൻ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടു ഇൻക്രീസ് ദ കമ്മോഡിറ്റി പ്രൊഡക്ഷൻ. കമ്മോഡിറ്റി പ്രൊഡക്ഷൻ കൂട്ടുന്നതിനെയാണോ ദെൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സോ 4 ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു ഹെഡ്ജ് അഗൈൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ കേസിനകത്ത് ദെൻ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് മൂലം നമുക്കെന്താണ് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ കമ്മോഡിറ്റി എന്നാണ് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എടുത്താൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമാകുമ്പം, കൾട്ടിവേഷൻ്റെ സമയമാകുമ്പോൾ ചിലപ്പോൾ എന്താണ് മാർക്കറ്റിൽ വില കുറഞ്ഞു പോയേക്കാം, വില ഇടിഞ്ഞു പോയേക്കാം. ചിലപ്പോൾ മറ്റ് കലാമിറ്റീസ് മൂലമോ മറ്റെന്താണ് പ്രോബ്ലം മൂലമോ നമ്മുടെ വിളവെടുപ്പ് നശിപ്പിച്ചേക്കാം. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കെന്താണ് മാർക്കറ്റിൽ നമ്മുടെ കമ്മോഡിറ്റിയുടെ വില താഴ്ന്നു പോയേക്കാം. അപ്പോൾ അതിനെതിരെ നമുക്കെന്താണ് ആ റിസ്കിനെതിരെ നമുക്ക് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം റൈറ്റ് ആൻസർ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു ഹെഡ്ജ് അഗൈൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫ്ലക്ച്വേഷനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാണ് ഹെഡ്ജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ച് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ MCX ആണോ? ഓപ്ഷൻ ബി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSE ആണോ? ഓപ്ഷൻ സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE ആണോ? അതോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് NYSE ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ MCX ആണ് ദ മേജർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് ദെൻ MCX വഴിയാണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വഴിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറയുന്നു, ദേ ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഗുഡ്സ് ഓർ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ബേസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഗുഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ല അണ്ടർലൈങ് അസറ്റ് ഒരു ഫിസിക്കൽ ഗുഡ്സ് ആണെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, ദേ ഹാവ് നോ എക്സ്പയറേഷൻ ഡേറ്റ്. ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തതാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു, ദേ ആർ എക്സ്ക്ലൂസീവ്ലി ട്രേഡ് ഓൺ ഓവർസീസ് മാർക്കറ്റ്. ദെൻ ഇത് ഓവർസീസ് മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ഓവർസീസ് മാർക്കറ്റിലാണ് ട്രേഡ് നടക്കുന്നതെന്ന് പറയുന്നു. ദെൻ ഏതായിരിക്കും ആൻസർ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ദെൻ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കറക്റ്റ്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ദേ ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഗുഡ്സ് ഓർ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചറിൽ ഈ താഴെ തന്നതിൽ ആകെ ഒരെണ്ണം മാത്രമേ കറക്റ്റായിട്ടുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രം. 2 പറയുന്നത് നോ എക്സ്പയറി ഡേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ഉണ്ട്. സ്പെസിഫൈഡ് ഡേറ്റും സ്പെസിഫൈഡ് പ്രൈസും ഉണ്ടെന്നുള്ളതാണ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകത. അതുപോലെ ദേ ഹാവ് എക്സ്ക്ലൂസീവ്ലി ട്രേഡ് ഓൺ ഓവർസീസ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഓവർസീസ് മാർക്കറ്റ് അല്ല, നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓവർ ദ കൗണ്ടറിലും നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് പറയുന്നു, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ
ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരി? ദേ ഒബ്ലിഗേറ്റ് ദ ബയ്യർ ടു പർച്ചേസ് ദ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ദെൻ ഒരു ഒബ്ലിഗേഷനാണ് ദ ബയ്യർ ടു പർച്ചേസ് അണ്ടർലൈങ് അസറ്റ്. ദെൻ ബയ്യർ അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒബ്ലിഗേഷനാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ദേ ക്യാൻ ബി സെറ്റിൽഡ് ഓൺലി ഇൻ ക്യാഷ്. ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ക്യാഷ് വഴി മാത്രമേ നടത്താൻ പറ്റൂ എന്ന് പറയുന്നു. അടുത്ത മൂന്നാമത്തെ പറയുന്നു ദേ ഹാവ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ആൻഡ് എക്സ്പയറേഷൻ ഡേറ്റ്. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസും ഒരു എക്സ്പയറി ഡേറ്റും ഫ്യൂച്ചേഴ്സിനുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ആൻസറിൻ്റെ ഓപ്ഷൻസ് പറയുന്നു. ഓപ്ഷൻ എ ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. 4 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത്. ഏതായിരിക്കും ശരി ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ്. ദേ ഒബ്ലിഗേറ്റ് ദ ബയ്യർ ടു പർച്ചേസ് ദ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ അണ്ടർലൈങ് അസറ്റ് പർച്ചേസ് ചെയ്തേ മതിയാകൂ. ദെൻ സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തേ മതിയാകൂ. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും ദേ ഹാവ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ആൻഡ് എക്സ്പയറേഷൻ ഡേറ്റ്. ദെൻ ഈ കോൺട്രാക്റ്റിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദേ ക്യാൻ ബി സെറ്റിൽഡ് ഓൺലി ഇൻ ക്യാഷ് എന്നാണ് പറയുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാണെന്ന് ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഫോൾസ് ആണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. ദെൻ നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ദെൻ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അല്ലെ റിസ്കിനെ ഡൈവേർട്ട് ചെയ്യാൻ, റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് പറയുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് എ മെക്കാനിസം ടു ലോക്ക് ഇൻ പ്രൈസ് ഓർ റിട്ടേൺ ഇൻ അഡ്വാൻസ്. ഡെറിവേറ്റീവ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൈസ് ഫ്യൂച്ചർ ഡേറ്റിലെ പ്രൈസ് നമുക്ക് ഇപ്പോഴേ ഫിക്സ് ചെയ്യാനായിട്ട്, ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് റിട്ടേൺ കിട്ടുമെന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ഓപ്ഷനിലോട്ട് വന്നാൽ ബോത്ത് എ ആൻഡ് ആർ, അസേഷനും റീസണും ശരിയാണ്. അതുപോലെ തന്നെ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. റീസൺ എന്ന് പറയുന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നു. ബിയിൽ പറയുന്നു രണ്ടും ശരിയാണ്, പക്ഷേ എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ലെന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നു? ഓപ്ഷൻ സി പറയുന്നു അസേഷൻ ശരിയാണ്, പക്ഷേ അതിൻ്റെ റീസൺ തെറ്റാണ്. ഡിയിൽ പറയുന്നു അതിൻ്റെ അസേഷൻ പറഞ്ഞിരിക്കുന്ന തെറ്റാണ്, പക്ഷേ അതിൻ്റെ റീസൺ ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമുക്ക് ഡെറിവേറ്റീവ്സ് എന്താണെന്നതിനെക്കുറിച്ച് അറിയാം, ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. ദെൻ അസേഷൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ദെൻ റീസൺ എടുത്തു കഴിഞ്ഞാൽ അതും ശരിയാണെന്ന് പറയുന്നു. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് എ മെക്കാനിസം ടു ലോക്ക് ഇൻ പ്രൈസ് ഓർ റിട്ടേൺ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രൈസ് ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് റിട്ടേൺ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അതുകൊണ്ട് തന്നെ ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയാം. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്, ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.